നമസ്കാരം. ഈ അടുത്ത സമയത്ത് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തിനെതിരെ ഒരുപാട് പേര് എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു. അവർ പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം കുട്ടികൾ തമ്മിൽ ചില മത്സരങ്ങൾക്കും അസൂയകൾക്കുമൊക്കെ അത് കാരണമാകും. കുട്ടികളുടെ മനസ്സ് തകരും. അതുകൊണ്ട് എല്ലാ ദിവസവും കുട്ടികൾ യൂണിഫോം ധരിച്ച് തന്നെ സ്കൂളിൽ വരണം. യൂണിഫോം എന്ന് പറയുന്നത് സമത്വത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് അവരതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതേപ്പറ്റി? ഞാൻ പറയും, കുട്ടികൾക്ക് യൂണിഫോമേ പാടില്ല. കുട്ടികൾ അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് വേണം സ്കൂളുകളിൽ പോകേണ്ടത്. ഈ യൂണിഫോം എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ സമത്വത്തിന് വേണ്ടിയുള്ള ഒന്നല്ല. യൂണിഫോം സമത്വത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് സ്കൂളുകളുടെ കാര്യത്തിൽ പലരും പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു വലിയ തന്ത്രമാണ്. അങ്ങനെ ഒരു ലക്ഷ്യം ഒരു യൂണിഫോമിനുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ പോലീസുകാരൊക്കെ കാക്കിയാണ് ഇടുന്നത്. പക്ഷേ എല്ലാ പോലീസുകാരും സമന്മാരാണോ? ഒരിക്കലുമല്ല. ഒരു സബ് ഇൻസ്പെക്ടറും സിവിൽ പോലീസ് ഓഫീസറും തമ്മിൽ അവരുടെ റാങ്കിൽ വ്യത്യാസമുണ്ട്. അത് വളരെ വലിയൊരു വ്യത്യാസമാണ്. രണ്ടുപേരും കാക്കിയിട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് അവിടെ രണ്ടുപേരും സമന്മാരല്ല. എന്നാൽ നമ്മൾ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള റാങ്കിങ് ഒന്നുമില്ല. കുട്ടികൾ യൂണിഫോം ഇട്ടാലും ശരി, യൂണിഫോം ഇട്ടില്ലെങ്കിൽ ശരി, അവർ തുല്യരാണ്. അപ്പോൾ യൂണിഫോം അവിടെ കൊടുക്കുന്നത് ഒരിക്കലും തുല്യത പ്രകടിപ്പിക്കാനല്ല, അല്ലെങ്കിൽ തുല്യതയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് അതിന് മറ്റ് 3 ലക്ഷ്യങ്ങളുണ്ട്. യൂണിഫോമിൻ്റെ ആ 3 ലക്ഷ്യങ്ങളിൽ ഒരിടത്ത് പോലും സമത്വം വരുന്നില്ല. ഒന്നാമത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ വ്യക്തിയെ പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതായത് യൂണിഫോം ഒരാൾക്ക് കൊടുക്കുന്നത് ആ വ്യക്തിയെ പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത് യൂണിഫോമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ വ്യക്തി ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൻ്റെ ഒബീഡിയൻ്റായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ അംഗമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇന്ന സ്ഥാപനത്തിൻ്റെ ഒരു സ്ലേവാണ്, ഒരു അടിമയാണ്. ഏറ്റവും ഒടുവിലത്തേത്, മൂന്നാമത്തെ യൂണിഫോമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ യൂണിഫോം യഥാർത്ഥത്തിൽ ഒരു പരസ്യഫലകമാണ്. ഒരു വ്യക്തി ഒരു യൂണിഫോം ധരിച്ചു പോകുമ്പോൾ ആ യൂണിഫോമിലൂടെ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയാതെ മറ്റുള്ളവരോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം അതിൻ്റെ ഒരു പരസ്യഫലകമായിട്ട് മാറുകയാണ്. അപ്പോൾ യൂണിഫോമിൻ്റെ ഈ ലക്ഷ്യങ്ങൾ മുതിർന്നവരുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ആയാൽ യാതൊരു കുഴപ്പവും നോക്കില്ല. കാരണം മുതിർന്നവരാണ്. അവർ പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം. അവർ ഇന്ന സ്ഥാപനത്തിലെ ജോലി ചെയ്യുന്ന ആളാണെന്നുള്ളത് മറ്റുള്ളവർ അറിയണം. അവരെ ആ സ്ഥാപനം അവരുടെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതെല്ലാം അവരുടെ കാര്യത്തിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ കുട്ടികൾ ചെറിയ പ്രായത്തിൽ പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടേണ്ട വ്യക്തികളല്ല. അവരേതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടവരല്ല. അതേപോലെ തന്നെ അവരെ ആരും തന്നെ അവരുടെ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് ടൂൾസായിട്ടും ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല സ്കൂളുകളിലും നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇവർ പറയുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത്, ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി ഇപ്പോൾ വർണ്ണവസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് പണക്കാരുടെ വീട്ടിലെ കുട്ടികളോട് ഇക്കാര്യത്തിൽ മത്സരിക്കാൻ പറ്റില്ല എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരൻ്റെ വീട്ടിലെ കുട്ടികൾ വിലയേറിയ വസ്ത്രം ധരിച്ചു വരുമ്പോൾ ഇവർക്ക് അത്ര വില കൂടിയ വസ്ത്രമൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവരേത് വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും അവർ യൂണിഫോം ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സമന്മാരായിട്ട് മാറും, അല്ലെങ്കിൽ സമത്വമുള്ളവരായിട്ട് മാറുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: ഈ കുട്ടികൾ തമ്മിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവരവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയും. കുട്ടികളായതുകൊണ്ട് അവർ തുറന്ന് പറയും. അവർക്കൊന്നും ഒളിക്കാനൊന്നുമില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്. അപ്പോൾ പൈസ ഉള്ള ഒരു വീട്ടിലെ കുട്ടി വന്നിട്ട് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയോട് അവൻ്റെ ജീവിത രീതികളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവൻ പറയുകയാണ്, കഴിഞ്ഞ അവധിക്കാലത്ത് ഞങ്ങളൊരു ടൂർ പോയിരുന്നു, ഞങ്ങൾ പോയത് യൂറോപ്പിലേക്കാണ്, അല്ലെങ്കിൽ ഗൾഫിലേക്കാണ് പോയത്, അല്ലെങ്കിൽ ഞങ്ങൾ വടക്കേ ഇന്ത്യ കാണാനാണ് പോയത് എന്ന് പറയുമ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടി അവൻ്റെ അച്ഛനോടും അമ്മയോടും
എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അതുപോലും അവർ ചെയ്തു കൊടുക്കാതെ അവൻ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് കൂട്ടുകാരൻ പറയുന്നത്, ഞങ്ങൾ ദുബായിക്ക് പോയിരുന്നു അല്ലെങ്കിൽ യൂറോപ്പിൽ പോയിരുന്നു എന്ന്. ഈ കുട്ടിക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമമുണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ വിഷമം അവനോ അവൾക്കോ ഉണ്ടാകാതിരിക്കാൻ എന്താണ് വഴി? എന്തെങ്കിലും വഴിയുണ്ടോ? യൂണിഫോം ഇട്ടതുകൊണ്ട് അവർക്ക് ആ വിഷമം ഉണ്ടാകാതിരിക്കുമോ? പണക്കാരൻ്റെ വീട്ടിലെ കുട്ടി അവൻ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ പയ്യനോട് അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരോട് പറയുമ്പോൾ ഈ കൂട്ടുകാരൻ പൈസ ഇല്ലാത്തൊരു വീട്ടിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടാകുമെങ്കിൽ അതിനെന്താണ് പരിഹാരം? യൂണിഫോം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകും? ഒരിക്കലുമില്ല. അതുകൂടാതെ നമുക്കറിയാം, പല പൈസയുള്ള വീട്ടിലെ കുട്ടികളെയും വീട്ടിൽ നിന്ന് കാറിലൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടി സൈക്കിളിൽ അവൻ്റെ അച്ഛൻ്റെ പിന്നാലെ ഇരുന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ കുറേയേറെ കുട്ടികളുടെ കൂടെ ഇരുന്ന് വരുമ്പോൾ, പൈസ ഉള്ള വീട്ടിലെ കുട്ടി വിലയേറിയ കാറിൽ വന്ന് ഒറ്റയ്ക്ക് അതിനകത്തിൽ വന്ന് അവനെ ഇറക്കിയിട്ട് അവർ പോകുന്നത് കാണുമ്പോൾ ഈ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷമത്തിന് എന്താണ് പരിഹാരം? എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഒരു പരിഹാരമില്ല. അപ്പോൾ യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ സമത്വം ഉണ്ടാകും എന്നുള്ള ചിന്ത വെറും ബാലിശമായ ചിന്തയാണ്. അതിനങ്ങനെ ഒരു ലക്ഷ്യമില്ല. അങ്ങനെ ഒരു ലക്ഷ്യം അതുകൊണ്ട് നേടാനും സാധിക്കില്ല. പിന്നെ ആ യൂണിഫോം കൊണ്ടുള്ള സ്കൂളുകളിലെ ലക്ഷ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് ഈ കുട്ടികളെ ആ സ്കൂളിൻ്റെ ബ്രാൻഡുകളായിട്ട് ഉപയോഗിക്കുകയാണ്, ബ്രാൻഡ് ടൂൾസായിട്ട് ഉപയോഗിക്കുകയാണ്. കുട്ടികളുടെ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന ഒന്നാണ്, ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന ഒന്നാണ്. അതിനപ്പുറം അതിനവിടെ വേറെ യാതൊരു അർത്ഥവുമില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. അതായത് ഈ സ്കൂൾ യൂണിഫോം സമത്വത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറയുന്ന ആൾക്കാരോട് പറയുകയാണ്, ഞാൻ ഈ ഒരു വാദഗതി കുറച്ചെങ്കിലും അംഗീകരിക്കണമെങ്കിൽ ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് നടക്കണം. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കുട്ടികളും നമുക്ക് ഒരുപോലെയാണ്. ഏത് വീട്ടിലെ കുട്ടിയായാലും നമുക്ക് ഒരുപോലെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ യൂണിഫോം തന്നെ നിർബന്ധമാക്കണം. അതായത് ഒരു പർട്ടിക്കുലർ സ്കൂളിന് അവരുടെ യൂണിഫോം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാനുള്ള അവകാശം കൊടുക്കാതെ സംസ്ഥാനത്തുള്ള എല്ലാ സ്കൂളുകളിലും സർക്കാർ പറയുന്ന ഡ്രസ് കോഡ് തന്നെ യൂണിഫോമാക്കി മാറ്റും. അങ്ങനെ വരുമ്പോൾ ആ ഒരു കാര്യത്തിലെങ്കിലും സമത്വം ഉണ്ടെന്ന് പറയാൻ പറ്റും. അതായത് എല്ലാ കുട്ടികളും ഇടുന്നത് ഒരേ വേഷമാണ്. പക്ഷെ അതുകൊണ്ട് അവരുടെ മറ്റ് സമത്വമില്ലായ്മകളൊന്നും പരിഹരിക്കപ്പെടത്തില്ല. എങ്കിലും ഒരു പരിധി വരെ നമുക്ക് പറയാം, നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കുട്ടികളും ഒരേ തരം വേഷമാണ് ഇടുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. സർക്കാർ സ്കൂളിലെ യൂണിഫോം അല്ല വേറൊരു സ്കൂളിലെ യൂണിഫോം, ആ സ്കൂളിലെ യൂണിഫോം അല്ല മറ്റൊരു സ്കൂളിലെ യൂണിഫോം, എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ യൂണിഫോമിൽ വ്യത്യസ്തത വരുമ്പോൾ തന്നെ കുട്ടികളുടെ സമത്വത്തിന് വേണ്ടി അല്ല ഇത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മൾ ഈ കുട്ടികളുടെ പ്രയാസം ഒരിക്കലും തിരിച്ചറിയുന്നില്ല. കുട്ടികൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ വിദ്യാഭ്യാസം മൂലം. ഞാൻ അടിവരയിട്ട് പറയും, ഈ ഗുണമില്ലാത്ത വിദ്യാഭ്യാസം മൂലം. ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ഗുണമാണുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ജോലി കിട്ടണമെങ്കിൽ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ കിട്ടും. അതങ്ങനെ നിർബന്ധമാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ പഠനത്തിന് പോകേണ്ടി വരുന്നത്. ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടിയാണ് പലരും വിദ്യാഭ്യാസത്തിന് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുമ്പോൾ അവൻ ഇന്ന കോഴ്സ് ചെയ്തിരിക്കണം എന്നുള്ള നിർബന്ധം അവിടെ വെക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് നല്ലപോലെ നടക്കാൻ വേണ്ടിയാണ്. അതായത് വിദ്യാഭ്യാസ ബിസിനസ്. അവരെവിടെ ആ നിർബന്ധം വെച്ചിട്ടില്ലെങ്കിൽ ഈ ബിസിനസ് നടക്കില്ല. ഇപ്പോൾ സർക്കാരോ മറ്റേതെങ്കിലും സ്ഥാപനമോ ഒരു ഉദ്യോഗത്തിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അവർ അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട്. അവരവിടെ ആ യോഗ്യത വെക്കുന്നില്ലെന്ന് വെക്കുക. അവർ പറയുകയാണ്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്ര വേക്കൻസികളുണ്ട്, ഈ വേക്കൻസികളിൽ ജോലി ചെയ്യാൻ കഴിവുള്ള അഭിരുചിയുള്ള ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ അപേക്ഷ ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല. അപ്പോൾ അവിടെ ആൾക്കാർ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നു. ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരിൽ നിന്നും ആ ജോലിക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത് എങ്കിൽ ഈ വിദ്യാഭ്യാസ ബിസിനസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു പൂട്ടിപ്പോകും. ആരും പഠിക്കാൻ പോവില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. എങ്കിലും ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികൾ അവർ ചെറിയ പ്രായത്തിലായിരിക്കും സമയത്ത് അവരൊരു 6-ാമത്തെയോ 5-ാമത്തെയോ വയസ്സ് മുതലാണ് ഈ കസർത്ത് ആരംഭിക്കുന്നത്. ആ സമയം മുതൽ ഒരു 16-17 വയസ്സ് വരെ തുടരുകയാണ്. അപ്പോൾ അവർ ഈ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്ന വർഷങ്ങൾ എത്രയുണ്ടോ അത്രയും വർഷങ്ങൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അവരുടെ വിലപ്പെട്ട സമയം ഒരുപാട് പാഴായി പോകുന്നുണ്ട്. ഒരു കുട്ടി ഉറക്കം പോലും പൂർണ്ണമായിട്ട് ഉറങ്ങിത്തീരാതെ രാവിലെ എഴുന്നേറ്റ് ഒരു ചുമട് പുസ്തകവും തോളിൽ ചുമന്നുകൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. എന്ത് പഠിക്കാനാണ് പോകുന്നത്? ഒരു ഗുണവുമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം,
ഈ പഠിച്ചിറങ്ങുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ഒരു കുട്ടിക്കും പിന്നീട് ഓർമ്മ കാണത്തില്ല. കാരണം അവനെ സംബന്ധിച്ച് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു കസർത്താണ് വിദ്യാഭ്യാസം. ഒരു സ്കൂളിൽ ഒരു കുട്ടി പഠിക്കാൻ പോകുമ്പോൾ, ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളാണെന്നുണ്ടെങ്കിൽ, ഈവൻ സർക്കാർ സ്കൂളാണെങ്കിലും, ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും A+ മേടിക്കണം, അല്ലെങ്കിൽ എല്ലാവരും റാങ്ക് നേടണം, മറ്റു സ്കൂളുകളെക്കാളൊക്കെ മികച്ച ഒരു വിജയശതമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ചിന്തയാണ് അവർക്കുള്ളത്. ഇങ്ങനെയുള്ളൊരു ചിന്ത വരുമ്പോൾ ഇവർ കുട്ടികളോട് വളരെയധികം കർക്കശമായിട്ട് ഇടപെടും. കുട്ടികൾക്ക് ശ്വാസം മുട്ടിയിരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് സ്കൂളുകൾ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കർശനമായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് ക്ലാസ്സുകളിലിരുന്ന് സാറന്മാർ പറയുന്നത് കച്ചറക്കത്തോടെ കേട്ട് കുട്ടികൾ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത അംഗം അവിടെ കാത്തിരിപ്പുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മയും അച്ഛനും ചോദിക്കുന്നത് ഹോംവർക്ക് ചെയ്തോ, ഹോംവർക്ക് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ കുട്ടികളെ ട്യൂഷന് പറഞ്ഞു വിടും. എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങുന്ന 7 മണിക്ക് തുടങ്ങുന്ന അംഗം ചിലയിടത്ത് 8 മണിയായാലും 9 മണിയായാലും തീരില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് കളിക്കാൻ സമയം കിട്ടുന്നില്ല, മറ്ററിവുകൾ നേടാൻ സമയം കിട്ടുന്നില്ല, അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനേ സമയം കിട്ടുന്നില്ല. അവരുടെ സമയം മുഴുവൻ ഒരു ഗുണവുമില്ലാത്ത കുറച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോവുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിക്കണം, ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ, ഈ മാത്തമാറ്റിക്സ് പഠിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത്? മാത്തമാറ്റിക്സ് പല കുട്ടികൾക്കും വളരെ കഠിനമായ ഒരു വിഷയമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അത്ര കഠിനമൊന്നും ആയിരുന്നില്ലെങ്കിലും പറയുകയാണ്, പല കുട്ടികൾക്കും വലിയ പാടാണ്. അപ്പോൾ ഇത് പഠിച്ചതുകൊണ്ട് എന്ത് ഗുണമാണ് അവർക്കുള്ളതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കണക്കറിഞ്ഞിരിക്കണം. അതായത് കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും അറിയണം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതിൻ്റെ പോലും ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, മൊബൈൽ യൂസ് ചെയ്യുന്നു. അവിടെ എല്ലാം നമുക്ക് കണക്ക് കൂട്ടാൻ ഈസിയായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ പോലും ആവശ്യമില്ല. എന്നിട്ടും 5ാം ക്ലാസ് മുതലോ 4ാം ക്ലാസ് മുതലോ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുകയാണ്. ഓരോ വർഷവും അതിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരും. ഈ കുട്ടികൾ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എന്തുമാത്രം സമയമാണ് മെനക്കെടുത്തുന്നത്? പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോ? ഇവർ പഠിക്കുന്ന ഏതെങ്കിലും വിഷയം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോ? പഠിക്കേണ്ട ഏതെങ്കിലും കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നില്ല. അവർക്ക് ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന യാതൊന്നും തന്നെ നമ്മുടെ സിലബസിലില്ല. ഗുണമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച്, ഇവരെ അടിമകളാക്കി വെച്ച്, ഇവരെ അച്ചടക്കം പരിശീലിപ്പിച്ച്, അവരുടെ സത്യം പറഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സകല സാഹചര്യങ്ങളും മുടക്കി അവർ വളർത്തുകയാണ്. വെറുതെ കുറേ മത്സര പരീക്ഷകളും മത്സരവുമൊക്കെ അവിടെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടത് മത്സരമല്ല. മത്സരം പോലും കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. കുട്ടികൾക്ക് അറിവാണ് കിട്ടേണ്ടത്. ഒരു കുട്ടി ഒരു സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ആ കുട്ടി കുറേയേറെ കാര്യങ്ങളിൽ നൈപുണ്യമുള്ള വ്യക്തിയായിരിക്കണം. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ധാരാളം കുട്ടികൾ പുഴകളിലും മറ്റും പോയിട്ട് മുങ്ങിച്ചാവുന്നുണ്ട്. കാരണം നീന്താൻ അറിയില്ല. അതുപോലും, അതായത് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള സാഹചര്യം സ്കൂളുകാർ കൊടുക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾ അബദ്ധം കാണിക്കരുത് എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ? വെള്ളത്തിലിറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കണം? എത്ര കുട്ടികളാണ് വാഹനം എടുത്തുകൊണ്ട് പോയിട്ട് അപകടത്തിൽ മരിക്കുന്നത്? അപ്പോൾ കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പരിശീലനം സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ നിന്നും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ഈ സിലബസുകൾ സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെ ഗുണമില്ലാത്തവരാക്കി മാറ്റാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. എന്നാൽ ഈ സിലബസ് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി ഇനി ആ കുട്ടി അവരുടെ അമ്മയോ അച്ഛനോ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ അവിടെ അതിനേക്കാൾ വലിയ അംഗമാണ്. അച്ഛനും അമ്മയും പേടിച്ച് എത്രയോ കുട്ടികളാണ് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പോയി ആത്മഹത്യ ചെയ്യുന്നത്, മാർക്ക് കുറഞ്ഞ് പോയേക്കും എന്നുള്ള പേടി കാരണം. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമില്ലായ്മയാണ് കാണിക്കുന്നത്. പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാൻ പറ്റാത്തതും ഈ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച മൂലമാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. നമ്മൾ ആരോ ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റം പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കാതെ അങ്ങ് പിന്തുടരുകയാണ്. ഞാൻ കേട്ടിരിക്കുന്ന ചൈനയിലൊക്കെ കുട്ടികളെ അവർ വിവിധ കാര്യങ്ങളാണ് ചെറുപ്പത്തിൽ പരിശീലിപ്പിക്കുന്നത്. നമ്മളിവിടെ കുട്ടികളെ എഴുന്നേറ്റ് നിർത്തി നാഷണൽ ആന്തം ചെല്ലിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ പ്രതിജ്ഞ ചെല്ലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ അവർ കുട്ടികൾക്ക് ആ സമയത്ത് അവരുടെ സ്വന്തം വ്യക്തിത്വ വികസനത്തിന് വേണ്ട അവരുടെ സഹജമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തി അവ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്പോർട്സിലും മറ്റുമൊക്കെ ചൈനയുടെ ഒരു മുന്നേറ്റം കാണുന്നത്. അമേരിക്കയിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ആ പഴയ ബ്രിട്ടീഷുകാരനെ ഏൽപ്പിച്ചിട്ട് പോയ സംഭവം അതേപടി നമ്മൾ ഭംഗിയായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ നമ്മൾ പട്ടാളച്ചിട്ട പഠിപ്പിക്കുകയാണ്. കുട്ടികളെ സ്കൂളുകളിൽ കൊണ്ടിരുത്തി അവരെ അച്ചടക്കം പഠിപ്പിച്ച് അവരെ ശ്വാസം മുട്ടിച്ച് അവിടെ ഇരുത്തി. സത്യം പറഞ്ഞാൽ ആലോചിക്കുക, കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ ഇത്രയും കാലം ഈ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുക? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത്രയും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ യൂണിഫോമും ഇല്ല, കുട്ടികൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു.
എന്നാൽ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് പല സ്കൂളുകാരും. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ വർഷങ്ങളോളം ഒരു 5ലോ 6ലോ 5-ാമത്തെ 6-ാമത്തെ വയസ്സിൽ തുടങ്ങുന്ന പരിപാടി 17-18 വയസ്സ് വരെ തുടർന്ന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് സ്കൂളുകളിൽ യൂണിഫോം നിരോധിക്കണം. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ച് പോകേണ്ട പ്രായമാണത്. അവർ ആഴ്ചയിൽ 6 ദിവസവും 5 ദിവസമോ 6 ദിവസമോ മുഴുവൻ സമയവും യൂണിഫോം ധരിച്ച് സ്കൂളുകളിൽ പോയി ഇരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മൾ നിഷേധിക്കുകയാണ്. ഈ പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള വ്യത്യാസം പലരും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരാണ് പാവപ്പെട്ടവൻ? ഒരു പണമുള്ളവൻ അവൻ്റെ കുട്ടിക്ക് വില കൂടിയ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏത് പാവപ്പെട്ടവനും അത് സാധിക്കും. നിങ്ങൾ പാവപ്പെട്ടവരെ കാണുന്നുണ്ടെങ്കിൽ വേറെ എങ്ങും പോകണ്ട, കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിലോട്ട് പോയാൽ മതി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പാവങ്ങളെന്ന് വിളിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അവർ പോക്കറ്റിൽ നിന്നും 500-ൻ്റെ നോട്ടുകളൊക്കെ എടുത്ത് പറപ്പിച്ചാണ് മദ്യം മേടിക്കുന്നത് എല്ലാ ദിവസവും. അപ്പോൾ അവരുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, പണമുണ്ട്. ഇവിടെ ഒരാൾ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ 1000 രൂപ മുതൽ ചിലപ്പോൾ 2000 രൂപ വരെ കിട്ടും. അവൻ മിടുക്കുള്ളവനാണെന്നുണ്ടെങ്കിൽ അവന് കൂടുതൽ പണം ഉണ്ടാക്കാം. അന്യസംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ലക്ഷക്കണക്കിന് പണം ഉണ്ടാക്കി അവരങ്ങോട്ട് അയക്കുന്നുണ്ട്. നല്ലപോലെ പൈസ അവരുണ്ട്, അവർക്കറിയാം പൈസ ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടെ പൈസ ഉണ്ടാക്കാനൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പറ്റും. അങ്ങനെ ജോലി ചെയ്ത് അവർക്ക് കുട്ടികൾക്ക് നല്ല വസ്ത്രം മേടിച്ച് കൊടുക്കാൻ പറ്റും, നല്ല ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ പറ്റും. അത് കോടീശ്വരന്മാർക്ക് മാത്രം പറ്റുന്ന കാര്യമൊന്നുമല്ല, ഇവർക്കും പറ്റും. അപ്പോൾ അതൊന്നും ഒരു വിഷയമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ പേരൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയുമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ വലിയ പണക്കാർ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ട് നമ്മൾ ചേർക്കത്തില്ല. ചില പണക്കാരുടെ കുട്ടികൾ മാത്രം പഠിക്കണം എന്ന ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ വലിയ ഫീസ് കൊടുക്കണം, ഡൊണേഷൻ കൊടുക്കണം. അവിടെയെങ്കിലും സാധാരണക്കാർ പോയില്ല. അവിടെ ഈ കുട്ടികളെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ സർക്കാർ സ്കൂളുകൾ ആവശ്യം പോലെയുണ്ട്, അവിടെ പോയി പഠിക്കാമല്ലോ. സർക്കാർ സ്കൂളിൽ പഠിക്കാം, മറ്റ് അല്ലാത്ത മാനേജ്മെൻറ്റ് സ്കൂളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മാനേജ്മെൻറ്റ് സ്കൂളുണ്ട്, അവിടെ പോയി പഠിക്കാം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് കുട്ടികളെ വിട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകേണ്ട സമൂലമായ ഒരു മാറ്റത്തിൻ്റെ ആദ്യപടി എന്ന നിലയിൽ യൂണിഫോം എടുത്ത് ദൂരക്കളയാണ്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടെ കളിച്ച് ഉല്ലസിച്ച് പഠിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം. നമ്മൾ ഈ അലോപ്പതി ആശുപത്രികളിലെ ചികിത്സ പോലെയാണ് നമ്മുടെ സ്കൂളുകളുടെ കാര്യം. അവിടെ ചെന്നാൽ പിന്നെ അവരുടെ കൺട്രോളിലാണ്. അവർ പറയുന്നതിനപ്പുറം പോകാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് പുറത്ത് പോകാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർ പറയുന്ന പോലെ കേട്ടോണം, ആശുപത്രിക്കാർ പറയുന്നതിനപ്പുറത്തോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിടിച്ചു കെട്ടിയിട്ടാണ് ചികിത്സ എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ അങ്ങനെ വളരേണ്ടവരല്ല. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണം. അവർക്കുള്ള സഹജമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കാനുള്ള സാഹചര്യമുള്ള ഇടങ്ങൾ വേണം. സ്കൂളുകളിൽ അവർ ശ്വാസം മുട്ടിയിരുന്ന് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്. അവരുടെ മേൽ സമ്മർദ്ദം ഉണ്ടാകാൻ പാടില്ല. ആ സമ്മർദ്ദം വീട്ടുകാരിലേക്ക് പകർന്നു കൊടുക്കാൻ പാടില്ല. ഇതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഉടച്ചു വാർക്കണം. ആ ഉടച്ചു വാർക്കലിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഈ യൂസ്ലെസ് ആയിട്ടുള്ള യൂണിഫോം എടുത്ത് ദൂരെ കളയുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് നല്ല നല്ല ഉടുപ്പുകൾ വീട്ടുകാരെ മേടിച്ച് കൊടുക്കണം. അത് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോട്ടെ, നല്ല രസമല്ലേ? പല കളറുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് കാണാൻ തന്നെ രസമാണ്, അവർക്കും അത് സന്തോഷമാണ്. അപ്പം അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വേഷം പോലും ധരിക്കാൻ പറ്റില്ല. ഇതിനൊരു മാറ്റം വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. താങ്ക് യു.